ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പഴയ കാലത്തെ ആളുകളുടെ ആയുർദൈർഘ്യത്തെ കുറിച്ചാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ പ്രായമായിട്ടുണ്ടാവും. 60, 70, 80 വയസ്സ് വരെയൊക്കെ പ്രായമായവരൊക്കെ നമുക്ക് കാണുന്നുണ്ട്. അപ്പോ ഇവർക്ക് മുന്നേ ഉള്ള തലമുറ, ഇവരുടെ അപ്പൂപ്പന്മാരോ അല്ലെങ്കിൽ അതിനും മുമ്പുള്ള ആളുകളൊക്കെ 30, 40 വയസ്സ് വരെ, ഒരു ശരാശരി ആളുകൾ 30, 40 വയസ്സ് വരെയാണ് ജീവിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരുമോ? ഇപ്പോ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തെ സർവേ ഒക്കെ എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒരു അന്ന് ഉള്ള ശരാശരി ആളുകളൊക്കെ ഒരു 35, 40 വയസ്സ് വരെയാണ് ജീവിച്ചിരുന്നത്. അപ്പോ അന്നെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ വിഷം ചേർന്ന പച്ചക്കറികളോ അങ്ങനെ അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലൊന്നും അല്ല ഉണ്ടായിരുന്നത്. അന്ന് ആളുകൾ നന്നായിട്ട് പണിയെടുത്തിരുന്നു. ഇന്നത്തെ പോലെ ശാരീരികാധ്വാനം കുറഞ്ഞൊരു തലമുറയല്ല അന്നുണ്ടായിരുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് അന്ന് ആളുകൾക്ക് കൂടുതൽ കാലം സർവൈവ് ചെയ്യാൻ സാധിക്കാത്തത് എന്നെ നന്നായിട്ട് അത്ഭുതപ്പെടുത്തി. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചപ്പോ എനിക്ക് കുറച്ച് പോയിന്റ്സ് കിട്ടി. ആ പോയിന്റുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ലിസ്റ്റില് ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ മോഡേൺ മെഡിക്കൽ സയൻസിന്റെ അഭാവമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 60, 70, 90 വയസ്സുള്ള ആളുകളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ അവരുടെയൊക്കെ ആയുസ്സിനെ നീട്ടുന്നത് ഈ ഇംഗ്ലീഷ് മരുന്നുകൾ കൊണ്ട് ആണ്. അതായത് ഈ ഇംഗ്ലീഷ് മരുന്നുകൾ തന്നെ മോഡേൺ മെഡിക്കൽ സയൻസിൽ നിന്നാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് മോഡേൺ മെഡിക്കൽ സയൻസ്, ചുരുക്കം പറഞ്ഞാൽ മോഡേൺ മെഡിക്കൽ സയൻസിന്റെ സഹായം കൊണ്ടാണ് ഇന്ന് ആളുകളൊക്കെ 60, 70, 90 വയസ്സ് വരെ ജീവിച്ചു പോകുന്നത്. ഒട്ടുമിക്ക ആൾക്കാരും മരുന്ന് കഴിക്കുന്നത് തുടങ്ങുന്നത് തന്നെ ഒരു 35, 40, 45 വയസ്സ് മുതൽ തന്നെ ഇവർ ഈ മരുന്ന് കഴിക്കാൻ തുടങ്ങും. അപ്പൊ പണ്ട് കാലത്ത് ഇത്തരം അസുഖങ്ങൾ വന്നാൽ, അതായത് ഷുഗറും പ്രഷറും ഒക്കെ വന്നിട്ടാണ് ഇവർ ആദ്യം മരുന്ന് കഴിക്കുന്നത്. അപ്പോ പണ്ട് കാലത്ത് ഇങ്ങനെ ഒരു അസുഖം വന്ന അത് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടെക്നോളജി അന്ന് ഉണ്ടായിരുന്നില്ല. അന്ന് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും തലകർക്കോ അങ്ങനെ വല്ലതൊക്കെ വന്നു വെച്ചാൽ അവര് പണിയെടുത്തിട്ട് ഉണ്ടായതാകും, ക്ഷീണിച്ചിട്ടുണ്ടായതാകും എന്ന് വിചാരിച്ചിട്ട് അവരതിനെ തള്ളിക്കളയും. എന്നിട്ട് പിന്നീട് രോഗം മൂർച്ഛിച്ച് ആരോഗ്യം വഷളായിട്ടാണ് അവരൊക്കെ മരിച്ചു പോകുന്നത്. പിന്നെ അതിനെ ഇൻ കേസ് എന്തെങ്കിലും അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു ടെക്നോളജി അന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷെ മോഡേൺ മെഡിക്കൽ സയൻസ് വന്നതിന് ശേഷം ഇത്തരം അസുഖങ്ങളൊക്കെ ഉണ്ടോന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയും അതിനുള്ള മരുന്നുകൾ കഴിച്ച് നമ്മുടെ ആയുസ്സിനെ നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോ ഈ വാക്സിനുകളുടെ കണ്ടുപിടുത്തമൊക്കെ മോഡേൺ മെഡിക്കൽ സയൻസിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഇപ്പൊ പണ്ട് കാലത്ത് ജനിക്കുമ്പോ അവർക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവർക്ക് എന്തെങ്കിലും ചെറിയ രോഗങ്ങൾ പിടിപെട്ടാൽ പെട്ടെന്ന് മരണപ്പെടും. അപ്പോ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കാൻ തുടങ്ങി. ഇപ്പൊ സ്ത്രീകളുടെ പ്രസവമൊക്കെ നമ്മള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാണ് എടുക്കുക. എന്നാൽ പണ്ട് കാലത്ത് ഈ വയറ്റാട്ടീനെ വീട്ടിൽ വരുത്തുകയും അവര് ആണ് പ്രസവം എടുത്തിരുന്നത്. അപ്പോ ഇങ്ങനെ വരുമ്പോ എന്ന് പറഞ്ഞാൽ ഈ അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ട രീതിയിലുള്ള ശുശ്രൂഷ ലഭിക്കാതെ പോവുകയും അങ്ങനെ രണ്ടുപേരും പ്രസവ സമയത്ത് തന്നെ മരണപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ഇനി നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ജാതി വിവേചനമാണ്. ജാതി വിവേചനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പണ്ട് കാലത്ത് നന്നായിട്ട് ആളുകൾ ജാതി നോക്കിയിരുന്നു. ഈവൻ കേരളത്തിൽ അത് കുറച്ചും കൂടി കൂടുതലായിരുന്നു. സ്വാമി വിവേകാനന്ദ ഒരിക്കൽ കേരളത്തെ സന്ദർശിച്ചപ്പോ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. അപ്പോ കേരളത്തെ അങ്ങനെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ അന്നുള്ള കേരളത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കണം. പിന്നെ അപ്പോ ഈ ജാതി നോക്കിയിട്ടാണ് ആളുകളുടെ തൊഴിലിനെ നിർണയിച്ചിരുന്നത്. ഇപ്പോ ലൈക്ക് തീയന്മാരെന്നൊക്കെ കള്ള് ചെത്താനൊക്കെ ആയിരുന്നു വിളിച്ചിരുന്നത്. നായന്മാര് ബ്രാഹ്മണരുടെ ചട്ടമ്പിമാരായിരുന്നു. അതായത് ബ്രാഹ്മണർക്ക് വേണ്ടിയിട്ട് തല്ലാനും കൊല്ലാനും പോകുന്നത് നായന്മാരായിരുന്നു. ബ്രാഹ്മണര്
അമ്പലത്തിൽ പൂജിക്കാനും നാടുവാഴിയൊക്കെ ആയിട്ടുള്ള രീതിയിലൊക്കെ അങ്ങനെയുള്ള തൊഴിലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ആളുകൾക്ക് തൊഴിൽ നിർണയിച്ചിരുന്നത്. അപ്പോ മറ്റൊരു സിസ്റ്റം എന്തെന്നാൽ ഈ ഉയർന്ന ജാതിക്കാര് താഴ്ന്ന ജാതിക്കാർ പിടിപ്പിച്ചിരുന്നത്, എന്നിട്ട് അതിനുള്ള കൂലി പോലും അവർക്ക് കൊടുത്തിരുന്നില്ല. ഈ ഉയർന്ന ജാതിക്കാർക്ക് വേണ്ടി താഴ്ന്ന ജാതിക്കാർ എല്ലാം കൂടെ പണിയെടുക്കുകയും അതിൽ നിന്നും കിട്ടിയ റിസോഴ്സസ് മുഴുവൻ ഈ ഉയർന്ന ജാതിക്കാർ അനുഭവിക്കുകയും ചെയ്യും. അപ്പോ അതിൽ എന്ന് പറഞ്ഞാൽ ഈ താഴ്ന്ന ജാതിക്കാര് ധാരാളമായി പണിയെടുക്കുകയും അതിനനുസരിച്ചുള്ള ഭക്ഷണം കഴിക്കാതെ ആകുമ്പോൾ അവർക്ക് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വന്നിട്ട് അവരങ്ങനെ മരണപ്പെടും. ഈ ഉയർന്ന ജാതിക്കാരെന്ന് പറയുമ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ ശാരീരിക അധ്വാനം കുറവായിരിക്കും, പക്ഷെ അവർ നന്നായിട്ട് ഭക്ഷണം കഴിക്കും. സോ അങ്ങനെ അവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും, അവരും പെട്ടെന്ന് മരണപ്പെടും. എന്നാൽ ഇതിന് രണ്ടിനും നടുവിൽ നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവരെന്ന് പറഞ്ഞാൽ നന്നായിട്ട് പണിയെടുക്കുകയും ചെയ്യും, അതിനനുസരിച്ചുള്ള ഭക്ഷണം കഴിക്കുകയും ചെയ്യും. അവർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ വരാതെ കുറച്ച് കൂടുതൽ കാലം ജീവിച്ചിരിക്കും. അതൊരു 50-60 വയസ്സ് വരെയൊക്കെ തന്നെ കഷ്ടിച്ച് ജീവിച്ചിരിക്കുകയുള്ളൂ. കാരണം അന്ന് മോഡേൺ മെഡിക്കൽ സയൻസിലല്ലോ ഒരു ചെറിയൊരു അസുഖം വന്നാൽ ട്രീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ലിസ്റ്റിൽ മൂന്നാമതായിട്ട് വരുന്നതാണ് പട്ടിണി. അതായത് പണ്ട് കാലത്ത് പട്ടിണി നന്നായിട്ടുണ്ടായിരുന്നത്, ഈ ഭക്ഷണം വളരെ കുറവായിരുന്നു. ഇപ്പൊ നമ്മള് ഭൂമിയിൽ മനുഷ്യന്മാര് മാത്രമല്ല മറ്റു ജീവജാലങ്ങളുണ്ട്. അപ്പൊ നമ്മളെ പോലെ തന്നെ മറ്റു ജീവികളും ഭക്ഷണം തേടി ഇറങ്ങുകയും അവരും ഈ പ്രകൃതിയിൽ നിന്നും ഭക്ഷണം സേവിക്കും. അപ്പോ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാനായിട്ടാണ് മനുഷ്യന്മാര് അവരുടെ ബുദ്ധി കൊണ്ട് കണ്ടുപിടിച്ചതാണ് കൃഷി. അത് മാത്രമല്ല ഫാക്ടറികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ കൃഷിയിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ഭക്ഷണം ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ട് അവരത് പാകം ചെയ്ത് കഴിക്കുകയായിരുന്നു. പക്ഷെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കൃഷിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണം നേരെ അവിടെ പണിയെടുത്ത പണിക്കാരല്ല കഴിച്ചിരുന്നത്. ഈ നാടുവാഴികളും അതുപോലെ തന്നെ മറ്റു സവർണ ജാതിയിലുള്ള ആളുകളായിരുന്നു അത് കഴിച്ചിരുന്നത്. ഈ പാവപ്പെട്ട പണിക്കാർ ഈ കൃഷിയിടത്ത് നന്നായിട്ട് പണിയെടുക്കും. അതായത് അന്നെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലത്തെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റില്ല. അന്ന് അതിൻ്റെതായ രീതിയിൽ കഷ്ടപ്പാടുണ്ടായിരുന്നു. മാത്രമല്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ പണിയെടുക്കുകയും അതിന് കൂലി വേണ്ടത്ര രീതിയിൽ കൊടുക്കാതിരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ എന്താണ്, അവര് നന്നായിട്ട് പണിയെടുക്കുകയും അതിനനുസരിച്ച് ഭക്ഷണം കിട്ടാതെ ഭക്ഷ്യക്ഷാമം വന്ന് അവരങ്ങനെ മരണപ്പെടുന്നു. നിരവധി കുട്ടികൾ അങ്ങനെ മരിച്ചിട്ടുണ്ട്. നിരവധി കുട്ടികളും കർഷകരും ഒക്കെ അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഇപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലെ ഭക്ഷണം കൂടുതലായിട്ടും ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. പ്രകൃതിയിൽ നിന്ന് 100% നാച്ചുറൽ ആയിട്ട് ഒരു ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നില്ല. കാരണം നമ്മുടെ ലോകത്തെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 800 കോടിയാണ്. ഈ 800 കോടി ജനങ്ങളെ തീറ്റി പോറ്റാനുള്ള റിസോഴ്സ് ഒന്നും നമ്മുടെ പ്രകൃതിക്കില്ല, പ്രകൃതിയുടെ കയ്യിലുള്ള എന്ന സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ അതിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു നാടൻ കോഴിന്നും ബ്രോയിലർ കോഴിന്നും എടുത്ത് നോക്കാം. ഈ നാടൻ കോഴി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കോഴിയാണ്, അതിന് കുത്തിയപ്പം മറ്റൊന്നും എടുത്തിട്ടില്ല. പക്ഷെ അതിനെന്ന് പറഞ്ഞാൽ അതിൽ ഇറച്ചി കുറവായിരിക്കും, കടിക്കാൻ എല്ലേ ഉണ്ടാവുള്ളൂ. എന്നാൽ നാടൻ കോഴിക്ക് കടിച്ച് കഴിക്കാൻ ഇറച്ചി കൂടുതലായിരിക്കും. കാരണം അവരില് ഹോർമോൺ കുത്തിവെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ നമ്മുടെ പ്രകൃതിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണം കുറവായിരിക്കും. അപ്പോ ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഫാക്ടറി കണ്ടുപിടിക്കുകയും ഇന്ന് ഇപ്പോ നമ്മൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ച് ചേർത്തിരിക്കുന്നത് ഫാക്ടറിയുടെ സഹായം കൊണ്ട് തന്നെയാണ്. നമ്മുടെ ലിസ്റ്റിലെ 4ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞ യുദ്ധമാണ്. ഇപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പോലെയല്ല അന്ന് ഉണ്ടായിരുന്നത്. അന്ന് ഇന്ത്യ എന്ന രാജ്യമോ പാകിസ്ഥാൻ എന്ന രാജ്യമോ ഉണ്ടായിരുന്നില്ല, കേരള എന്ന സ്റ്റേറ്റ് പോലും ഉണ്ടായിരുന്നില്ല. അന്ന് ഇന്ത്യ എന്ന് പറയുമ്പോൾ 600 ചില്ലാന നാട്ടുരാജ്യങ്ങൾ കൂടിയ ഒരു രാജ്യമായിരുന്നു. അതിൽ തന്നെ അതിൽ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ തല്ലായിരുന്നു പലപ്പോഴും. അപ്പൊ അങ്ങനെ യുദ്ധം നടക്കുന്ന സമയത്ത് ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവുകയും അങ്ങനെ പട്ടിണി കാരണം പലരും മരണപ്പെടുകയും ചെയ്യും. മാത്രമല്ല ഈ യുദ്ധത്തിന് പോകുന്ന പടയാളികളും യുദ്ധത്തിൽ വെട്ടും കുത്തുക കൊണ്ട് അങ്ങനെ മരണപ്പെടും. അപ്പൊ ഇത്രയാണ് എനിക്ക്
ഈ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് പണ്ട് കാലത്തെ ആളുകളൊക്കെ ഇങ്ങനെ അവരുടെ ആയുർദൈർഘ്യം കുറഞ്ഞത് എന്ന കാര്യം നമ്മളിപ്പോ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് തോന്നുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയതായിട്ട് വീഡിയോ കാണാൻ വന്നവർ ദയവായിട്ട് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിലൂടെ പുതിയ വിഷയമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോഴേക്കും ബൈ.